ചൂടിൽ വലഞ്ഞു കേരളം. 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കൊല്ലത്ത് 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്ന താപനില. മലപ്പുറം വഴിക്കടവിൽ ഒരാൾക്ക് സൂര്യാതാപമേറ്റു. ചൂട് കനത്തതോടെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി. കേരളം കടന്നുപോകുന്നത് കൊടും വേനലിലൂടെ. പാലക്കാട് ഉച്ചയ്ക്ക് 2-നും 3-നും ഇടയിൽ ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. ജില്ലയിൽ യെല്ലോ അലർട്ട് തുടരും. കൊല്ലത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വയനാട്, ഇടുക്കി ജില്ലകളിലൊഴികെ 12 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. കനത്ത ചൂടിനെ തുടർന്ന് നിലമ്പൂർ വഴിക്കടവ് സ്വദേശി അബ്ദുൽ നിസാറിന് സൂര്യാഘാതമേറ്റു. കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്ന ജോലിക്കിടയിലാണ് നിസാറിന് സൂര്യാഘാതമേറ്റത്. പാലക്കാട് പുതുശ്ശേരിയിൽ കനത്ത ചൂടിൽ കുളത്തിലെ വളർത്തുമീനുകൾ ചത്തുപൊങ്ങി. മറുവക്കാട് സ്വദേശി സുമതി മുരളീധരന്റെ കുളത്തിലെ മീനുകളാണ് ചത്തുപൊങ്ങിയത്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. കൂടാതെ കനത്ത ചൂട് വിഷു വിപണിയെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ചൂട് കാരണം ആളുകൾ സാധനം വാങ്ങാൻ എത്തുന്നില്ല എന്ന് വ്യാപാരികൾ. ചൂടുകൊണ്ട് ആളുകൾ വെളിയിറങ്ങാതെ കച്ചവടം വളരെ കുറവ്. സാധനങ്ങളൊക്കെ ഉണ്ട്, കുറവാണ്, വലിയതൊന്നുമില്ല. ഇന്നലെ വൈകിട്ടോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി. ഇന്നലത്തെ വൈകിട്ടത്തെ വൈദ്യുതി ഉപഭോഗം 5933 മെഗാവാട്ടായിരുന്നു. ഇത് 6000 മെഗാവാട്ടിലേക്ക് എത്തിയാൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമെന്ന് KSEB അറിയിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.